സോ ഹലോ ഗീസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കാണാലോ, യു ക്യാൻ സി നമ്മളൊരു ബുയ്യം കിണർ എടുത്തിട്ടുണ്ട്. സോ നമ്മളെങ്ങനെ ബുയ്യ എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത ലാഗ് അടിക്കുക, വീഡിയോയിലേക്ക് പോകാം. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗീസ്, ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. സോ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാനും എൻ്റെ ടീമേറ്റ്സും കൊണ്ട് നേരെ വന്നിറങ്ങിയത് ആ പാർട്ടി വെന്യൂവിലേക്കായിരുന്നു. അങ്ങനെ പാർട്ടി വെന്യൂവിലേക്ക് ഇങ്ങനെ ഇറങ്ങി അവിടെ ചെന്ന് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള പ്ലാനിലായിരുന്നു. ആ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഞാൻ രോഗം കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴേക്കും എൻ്റെ ടീമിനെ ആരെ അടിച്ചിട്ട് ഞാൻ അവനെ ചെന്ന് അവനെ കില്ലെടുത്ത് കില്ലങ്ങ് കൺഫേം ചെയ്തപ്പോഴേക്കും എൻ്റെ ടീമേറ്റ് ചത്തുപോയി ഗൈസ്. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് ഫുള്ളും അടി വന്നത്. അങ്ങനെ നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് വേർത്ത് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. അവനെ ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴേക്കും എൻ്റെ പല എനിമി വന്നിട്ട് എൻ്റെ കില്ലങ്ങോട്ട് കുമ്മി. ആ ഒരു വർഷപ്പത്തിൽ ഞാൻ നിൽക്കുമ്പോഴാണ് അതേ എനിമി വന്നിട്ട് നമ്മളെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവനെ നേരെ കില്ലങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് എൻ്റെ ടീമേറ്റ് ഇവിടെ കിടക്കുന്ന ഓർമ്മ വരുന്നത്. അപ്പോഴേക്ക് ഞാൻ എൻ്റെ ടീമേറ്റ് അങ്ങ് പൊക്കി വിടുന്ന നേരത്തെ എൻ്റെ പൊക്കി വിട്ടില്ല. അതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴേക്ക് എൻ്റെ ടീമേറ്റ് അവനെ കൊന്നുണ്ടാകും. അപ്പോൾ ഞാൻ നേരെ എൻ്റെ ചത്തുപോയ ടീമേറ്റിന് പൊക്കി വിട്ടിട്ടുണ്ട്. അവരെ പൊക്കി വിട്ട് സമയത്താണ് അവിടെ നിന്നൊക്കെ വെടി വെക്കുന്ന സൗണ്ട് കേൾക്കണത്. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരുത്തൻ എന്തായാലും ഇവനെ കണ്ടപ്പോഴേക്ക് ഇവനാണെങ്കിൽ ഫുള്ളും പാക്കെങ്കിലും നമ്മളങ്ങ് കയറി ഒരു ഹോളിൽ കൂടെ അവനെ അടിച്ചങ്ങിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ അപ്പോഴേക്കും അങ്ങാപ്പുറന്ന് എന്തൊക്കെയോ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അന്നപ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ അവനെയും കൂടെ അടിച്ചങ്ങ് നോക്കിട്ടു. അങ്ങനെ നമ്മൾ നിൽക്കുകയാണ്. സോ നമ്മുടെ ടീമേറ്റ് അപ്പം നമ്മളേകദേശം ഇവിടെയൊക്കെ തൂത്തുവാരി ഇത് എന്താ പറയപ്പോൾ ആ തൂത്തുവാരി നിൽക്കുന്ന ടൈമിലാണിത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് ചുമ്മാ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ ഞാൻ അവിടെ ചുമ്മാ ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ടീമേറ്റ് ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളും എടുത്തുള്ള ഹിറ്റ്ലർ എനിവേസ് ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ഹിറ്റ് ലിസ്റ്റിനെ തട്ടാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ ഞാൻ എൻ്റെ ടീമേറ്റും കൊണ്ട് ഞാൻ ഇങ്ങനെ നേരെ അങ്ങ് പോയി കൊടുത്തു. ഞാൻ നേരെ പുറത്തേക്ക് വന്ന സമയത്താണെങ്കിൽ ഇതെന്നാ എനിവേസ് ഞാനങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴേക്കും എനിക്ക് എന്തൊക്കെയോ കിട്ടി. എന്തായാലും എൻ്റെ ടീമേറ്റ്സ് ഫുള്ളും അങ്ങോട്ട് ചെന്ന് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പതുക്കെ ഇവിടുന്ന് കുറച്ച് കോയിനൊക്കെ എടുത്തിട്ട് പതുക്കെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നിൽക്കുകയാണ്. അങ്ങനെ ആ ടൈമിലാണ് ഇവിടെ മറ്റേ സംഭവം കണ്ടത്. അത് ഇവിടുന്ന് കുറച്ച് ലൂട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് വേർത്ത് ഇവിടെ നോക്കായി കിടക്കുന്നത്. അല്ല എനിമയുടെ കില്ലായിരിക്കും. അങ്ങനെ കുമ്മേക്കാന്ന് വിചാരിക്കുമ്പോഴാണ് എൻ്റെ ടീമേറ്റ് തന്നെ എടുത്ത് കില്ലെടുത്താണ് അല്ല എന്തെങ്കിലും ആട്ടെ. അങ്ങനെ എനിവേസ് ഞാൻ ഇങ്ങനെ കുറച്ച് നേരെ ഞങ്ങൾ അവിടെ ചുറ്റി നിന്നപ്പോഴേക്കും അവിടെ ഫുള്ളും അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് അങ്ങ് ഇവിടെ ഇപ്പോൾ വേറെ ആരുമില്ല. അതായത് എൻ്റെ സ്ക്വാഡല്ലാണ്ട് വേറൊരു സ്ക്വാഡ് അങ്ങോട്ടില്ല. എന്തായാലും കുറേ എണ്ണം കാണാൻ വഴി അങ്ങ് വിട്ടിട്ടുണ്ട്. നമുക്ക് അവന്മാരൊന്നും കൊല്ലാനും പറ്റിയില്ല. അതിൻ്റെ ഇടയിലാണ് വേറെ സംഭവം നടക്കുന്നത്. നമ്മുടെ ടീമേറ്റിനെ ശ്രദ്ധിച്ച് ഞാൻ നിന്നായിരുന്നു. ആ ടൈമിൽ എന്നെ ഒരു വൂൾഫർ വന്ന ഒരു ഒറ്റ അടി അടിച്ചു. നമ്മുടെ ചെക്കനാണെങ്കിൽ നേരെ അതേ വൂൾഫറിനെ അടിച്ച് നമ്മുടെ റിവഞ്ച് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത്. ചെക്കനാണെങ്കിൽ നമ്മൾ ഏസസ് എന്തൊക്കെ അച്ചീവ്മെൻ്റൊക്കെ തന്നു. ഞാൻ വിചാരിച്ചാൽ അവൻ എന്നെ മൈൻഡ് ചെയ്യാണ്ട് കണ്ടപ്പോൾ ഓടുന്നു. പക്ഷെ അവൻ എന്നെ പൊക്കി എന്നെ പൊക്കിയപ്പോഴേക്ക് എനിക്കാണെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് മെഡൊക്കെ എടുത്ത് ഇരുന്നൊക്കെ കാണിച്ചു. എന്നിട്ട് ഇവിടുന്ന് മെഡടിച്ച് ഞാൻ MB5 ഒക്കെ എടുത്ത് നിൽക്കുകയാണ്. MB5 ലെവൽ എന്താ 5 ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. MB5 ഇങ്ങനെ എടുത്ത് ഞാൻ പതുക്കെ ഇവനെ തന്നെ ലൂട്ടടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ ലൂട്ടടിച്ച് നിൽക്കുകയാണ്. ലൂട്ടടിച്ചിട്ട് ആ ടൈമിലാണെങ്കിൽ എൻ്റെ ടീമേറ്റ് കുറേ പേരിങ്ങനെ ഫൈറ്റ് എടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ആരോടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും ആ സമയത്ത് ഞാൻ വിചാരിച്ചു ചുമ്മാ ജസ്റ്റ് കില്ലെടുക്കണതാണ്. അപ്പോൾ അമ്മമാർ കില്ലെടുത്തോളൂന്ന് അതും പറഞ്ഞിട്ട് ഞാൻ പിന്നെ M10 എടുത്തിട്ട് ഞാനാണെങ്കിൽ ചെന്ന് ഇവിടെ കുറച്ച് SMG ആമോ ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് അത് എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഫുള്ളും തപ്പായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല ഗീസ്. ഇവിടെ എങ്ങാണ്ടായിരുന്നു ഞാൻ കണ്ടതെന്ന് എൻ്റെ ഓർമ്മയിൽ. പക്ഷേ ഇവിടെ ഒന്നും SMG ആമോ പിന്നെ ഞാൻ കണ്ടില്ല. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് എൻ്റെ 3 ടീമേറ്റ്സും ഒരുത്തനാന്ന് തോന്നുന്നു. മാപ്പ് കണ്ടിട്ട് എനിക്ക് ഒരുത്തനായിട്ടാണ് തോന്നിയത്. ഒരുത്തനായിട്ട് ഫൈറ്റ് എടുക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ചെന്നു. ചെറിയ ലാഗുണ്ട്, ക്ഷമിക്കുക. സോ അങ്ങനെ നിൽക്കാം ഗൈസ്. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടുകൾക്ക് ക്ഷമിക്കുക. ആ ടൈമിലാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ അവിടെ ഒരുത്തൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ റഷ് ചെയ്ത് തന്നപ്പോഴേക്കും എൻ്റെ ടീമേറ്റും കൂടെ എൻ്റെ പുറകെ വന്നങ്ങ് റഷ് ചെയ്ത് കൊടുത്തു.
ഞങ്ങൾ റഷ് ചെയ്യണ കണ്ടപ്പോഴേക്ക് അതൊരു വെടി വെച്ചിട്ടുണ്ട് നമുക്ക് കണ്ണ വഴി ഓടി. പിന്നെ എൻ്റെ ടീമേറ്റാണ് AW വെച്ചിട്ട് AW സ്നൈപ്പർ വെച്ചിട്ട് അവൻ്റെ മേത്ത് സ്നൈപ്പർ ചൊറണം കൊടുത്തപ്പോഴേക്ക് ചെക്കൻ അങ്ങ് ചത്ത് വൈപ്പ് ഔട്ടായിരുന്നു അത്. എനിവേസ് ഞാനങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സുഹൃത്തുക്കൾ. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ടീമേറ്റ് മൊത്തം അങ്ങോട്ട് ലൂട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാൻ അവിടെ ചെന്ന് ലൂട്ടൊക്കെ അടിച്ച് ഞാൻ തിരിച്ചങ്ങോട്ട് വന്നു. ലൂട്ടൊക്കെ അടിച്ച് തിരിച്ചിങ്ങനെ വന്നപ്പോഴേക്ക് ടൈംസ് ഇപ്പോൾ കുറച്ച് ഫെയിൽ ടൈം എന്തൊക്കെയോ കാണിച്ച് ഇരിക്കുന്ന വലുതായിട്ട് മനസ്സിലായില്ല. എനിവേസ് കുറച്ച് നേരം അവിടെ ഗ്ലിച്ച് ഇട്ടിരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. എനിക്ക് കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുത്ത സമയത്ത്. അതൊരു ലാഗില്ലായിരുന്നു. എനിവേസ് ഞാൻ ഇവിടെ MP5 എടുത്തിട്ട് നേരെ ചെക്കനങ്ങ് തട്ടാൻ പോയി. നിങ്ങൾ മാപ്പിൽ കണ്ടെങ്കിൽ മാപ്പിൽ നിങ്ങൾ കണ്ടറിയാം ഇവിടെ എത്താൻ നമ്മുടെ റിവൈവൽ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരെ അവൻ്റെ നല്ല ഡാമേജ് കൊടുത്തു. നമ്മുടെ റിന്നും സ്കൈലർ എല്ലാം കൂടെ ചെന്നിട്ട് ഓൻ ഒരുമാതിരി പ്രഷർ കയറി ചാറി. നമ്മൾ നേരെ ഓനെ അടിച്ചിട്ടു കേസ്. അന്നപ്പോഴേക്കും ഓൻ്റെ ടീമേറ്റും പൊങ്ങിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്തിരി പണിയായി പീസ്. അങ്ങനെ ഓനെ അടിച്ച് നമ്മളങ്ങനെ ഇട്ടു. അതായത് ഞാൻ അവന് ഡാമേജ് കൊടുത്തപ്പോൾ എൻ്റെ ടീമേറ്റ് ആണെങ്കിൽ എന്താ പറയുക ഇപ്പോൾ സംഭവമില്ലേ ജീപ്പ് അങ്ങോട്ട് തല്ലി പൊട്ടിച്ചാണ്. ആ ജീപ്പ് അങ്ങോട്ട് തല്ലി പൊട്ടിച്ചപ്പോഴേക്കും ചെക്കൻ അങ്ങോട്ട് ആ കൊടുത്ത് പൊട്ടിത്തെറിച്ച് കഴിച്ച് അങ്ങനെ ചത്തുപോയി. എന്തായാലും അവൻ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്ന് ഇങ്ങനെ എൻ്റെ ടീമേറ്റിനെ പൊക്കുമെങ്കിൽ മിക്കവാറും അവൻ ലാസ്റ്റ് അവനെ കൊന്നാർന്ന് എന്താ പറയുക വൈപ്പ് ഔട്ട് ആയിരിക്കാമായിരുന്നു. എനിവേസ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ എന്തോ എയർ ഡ്രോപ്പ് എടുത്തുകൊണ്ട് ചെക്കനെ ഞാൻ കണ്ടു. അതായത് മാപ്പിൽ നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മൾ മാപ്പൊക്കെ എടുത്ത് ശ്രദ്ധിക്കണം. ആ ചെക്കൻ പുറത്ത് വന്നപ്പോഴേക്കും ഞാൻ നേരെ ഗ്ലൂ വാളും കാര്യങ്ങളും ഇട്ടു. പിന്നെ അടുത്ത ഗ്ലൂ വാളും ഇട്ടു. പിന്നെ അടുത്ത ഗ്ലൂ വാളും ഇട്ടു. അങ്ങനെ ഗ്ലൂ വാൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ നിന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ടീം ഏതോ പന വേണ്ടി എന്നിട്ട് എൻ്റെ കില്ലാണ്ട് കുമ്മി സന്തോഷം. എനിവേസ് എൻ്റെ 2 കില്ല് കുമ്മിയ വിഷമത്തിൽ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സുഹൃത്തുക്കൾ. ഇങ്ങനെ വൈദവേ എനിക്കൊരു 10 കില്ലൊക്കെ ആവേണ്ടതാണ്. 10 അല്ല 9 കില്ല്. അത് രണ്ടും പോയി കിട്ടി. അങ്ങനെ ഈ ടീമിലാണെങ്കിൽ ചുമ്മാ നിന്നേക്കാന്ന് വിചാരിച്ച് ഞാൻ നിന്നപ്പോൾ ഒരു തോംസൺ കിട്ടി. അത് ഇൻഫിനിറ്റ് സംഭവം കിട്ടി, ഇൻഫിനിറ്റ് ബുള്ളറ്റ് തോംസൺ. അങ്ങനെ അത് മേടിച്ചിട്ട് ഞാനാണെങ്കിൽ നേരെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോംസണും ലെവൽ മാക്സ് ആണ്, അത് ലെവൽ 5 ആണ്. അതുകൊണ്ട് നമ്മുടെ തോംസൺ ഒക്കെ പീക്കിലേക്ക് കുറച്ച് പോയി കഴപ്പ് കാട്ടാൻ പോയി. അങ്ങനെ പീക്കിലേക്ക് ഞാനും എൻ്റെ ടീമിൻ്റെ കൂടെ നേരെ 2 തിരുവങ്ങ് കയറി ചെന്ന് കൊടുത്തു. അങ്ങനെ ഞാനും എൻ്റെ ടീമിൻ്റെ കൂടെ ഇങ്ങനെ ചെന്നുകൊണ്ടിരുന്നപ്പം നമ്മൾ റിച്ച് ആണല്ലോ, നമുക്ക് കണ്ടോ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ ഇത് 2000 കോയിൻസ് ഉണ്ട്. അങ്ങനെ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നിന്ന് ഇവിടെ പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്താ ഞാൻ പിന്നെ ഞാൻ മേളിലേക്കും കയറി ചെന്ന് പൈസ വാരി കോരാൻ പോയി. അങ്ങനെ കുറച്ച് പൈസയൊക്കെ മേടിച്ചിട്ട് നമ്മളിങ്ങനെ നേരെ നടക്കുമായിരുന്നു. അപ്പോൾ ആ സൈഡിലൊരു ഹിറ്റ്ലിസ്റ്റിനെ കണ്ടായിരുന്നു. അപ്പോൾ ഹിറ്റ്ലറിനൊക്കെ ഒരു വട്ടം ഹിറ്റ്ലർ പറഞ്ഞ് കൊളാക്കി. ആ ടൈമിലാണ് ഗീസ് ഇവിടെ എന്തോ ടറൻറ്റോ ആ സംഭവം വന്നത്. ഞാൻ അത് പൊട്ടിച്ച സമയത്ത് ഇവിടെ ഒരുപാട് ഗ്ലോവാളും പൊട്ടിത്തെറി അതെല്ലാം കണ്ടിട്ട് ഞാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ ഞാൻ തോമസ് ഒരുത്തിനെ കുത്തിപ്പിടിച്ചാൽ കിട്ടും. അവളെ ഡൗൺ ഇട്ട് ഞാൻ ട്രിപ്പിൾ ടേക്ക് ഡൗൺ പിടിച്ച് നിൽക്കുമ്പോഴാണ് വേറൊരുത്തൻ പോണേ ഞാൻ കണ്ടത്. നേരെ ഓനെ അങ്ങോട്ട് കുത്തിപ്പിടിച്ച് ഡൗൺ കിട്ടും. പക്ഷെ അവൻ എന്നെ കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിൽ ഞാൻ ഗ്ലൂ ആയിട്ട് ഫ്രണ്ടിൽ എനിമീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കില്ല് കൊമ്മാതെ രക്ഷപ്പെട്ടു എന്ന് പറയാമല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്നേന്ന് പോലും മനസ്സിലാവേണ്ട ചെക്കൻ പാവം ഇങ്ങനെ നിൽക്കുകയാണ്. ആ ടൈമിലാണ് ഇതേ ഒരുത്തി എന്നെ വാള വെച്ച് കഴപ്പാട്ടാൻ നിന്നാണ്. പക്ഷെ ടീമായിപ്പോട്ടും കയറി പാവം അങ്ങനെ നിൽക്കുന്ന ടീമായിരുന്നു. ഞാനാണെങ്കിൽ ജസ്റ്റ് കയറി ചെല്ലുമായിരുന്നു. കയറി ചെന്നപ്പോഴേക്കും എനിക്ക് ബാക്കിൽ നിന്ന് കിട്ടി. അന്നപ്പോഴേക്കും എനിക്ക് ഈ സൈഡിലേക്ക് ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ അടുത്ത എൻ്റെ പുറയിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് മൊത്തം അടിയാണ്. അപ്പം ഞാനാണെങ്കിൽ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് പണ്ടാരാണെങ്കിൽ അങ്ങോട്ട് ചാർജ കുറച്ച് ഗ്ലൂ ആയിട്ട് എൻ്റെ കയ്യിൽ ഗ്ലൂ ആൾ തീർന്നതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് പണിയാവുമെന്ന് മനസ്സിലായപ്പോൾ ഞാനാണെങ്കിൽ നേരെ ഇവിടെ നിന്നു. അന്നപ്പോഴേക്കും എനിക്ക് അടുത്ത അടിയും കൂടെ കിട്ടി. ഞാൻ പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ രക്ഷപ്പെട്ടു. ഞാൻ തല്ലി പഠിച്ചത് ഇവിടെ അത് എന്തൊക്കെയോ ഇട്ടു. ഞാൻ നിൽക്കുന്ന ആ ടൈമിൽ എന്നെ പുറകെ അവൻ അടിച്ചിട്ട് ഞാനവിടെ ലോഞ്ച് പാടും വെച്ച് കണ്ടവർ ഓടാന്നാണ് വിചാരിച്ചത്. എൻ്റെ ടീമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ജില്ല അപ്പുറത്താണ്. അതുകൊണ്ട് അമ്മർക്ക് എന്നെ പൊക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അങ്ങനെ എൻ്റെ എനിമി ഒന്ന് ചാടി താഴെ വന്ന് എൻ്റെ കില്ലങ്ങ് കൺഫേം ആക്കി. എന്തായാലും അന്നപ്പോഴേക്കും ഞാനങ്ങ് പൊങ്ങി വന്നു. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പൊങ്ങി വന്ന് നമ്മുടെ ഡെഡ് ബോഡിയിൽ തന്നെ നമ്മൾ ചെന്ന് നമ്മുടെ ലൂട്ടൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഞാൻ ചെന്നു. പറ്റുമെങ്കിൽ എനിക്ക് എന്നെ കൊന്നവനെ ഒന്ന് കൊല്ലണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ നിൽക്കുമായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് എന്തൊക്കെയോ കിട്ടി. അങ്ങനെ ഞാൻ വന്നപ്പോൾ എൻ്റെ തോംസൺ ആയാലും അടിച്ചുകൊണ്ട് പോയി കേസ് വിഷമമുണ്ട്.
എൻ്റെ തോംസൺ ഏതോ ഒരുത്തന്നെ എടുത്തുകൊണ്ട് പോയി. അത് പക്ഷേ എനിക്കൊരു MP5 കിട്ടി അതിൽ സന്തോഷം. തോംസൺ ഏതോ തിണ്ടി കൊണ്ടുപോയി. ആ ടൈമിലാണ് ഇതെവിടെ നിങ്ങൾക്കൊരു കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ലോഞ്ച് പാടി കയറി അങ്ങ് പോയി. വന്നപ്പോൾ അവൻ എന്നെ കണ്ടില്ല, ഞാൻ അവനെ കണ്ടു. അവനടിച്ചിട്ടു, ടീം റിപ്പോർട്ട് കയറി. ആൻഡ് അവനായിരുന്നു ഗൈസ് എന്നെ കൊന്നത്. അവനായിരുന്നു. ആ സന്തോഷത്തിൽ റിവെഞ്ചൊക്കെ എടുത്തിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഓൻ നമ്മളൊന്ന് അടിച്ചിട്ടപ്പോഴേക്കും ഓൻ്റെ ടീമിനെ മൊത്തത്തിൽ നമ്മൾ വൈപ്പാക്കി ഗൈസ്. എനിവേസ് ആ ടൈമിലായിരുന്നു എനിക്ക് മറ്റേ വെപ്പൺ മേക്കുന്നത് കിട്ടിയത്. അങ്ങനെ MP5 ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം ചെയ്തെടുത്തു. ഞാൻ ഇവിടുന്ന് കുറച്ച് പൈസയൊക്കെ വാരിക്കൂട്ടി നമ്മളിങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വന്നപ്പോൾ ഇവിടെ ഹിറ്റ്ലറിനെ കണ്ടു. ഹിറ്റ് ലിസ്റ്റിനെ കണ്ടു. ഇങ്ങനെ ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ നേരെ എന്താ പറയുക ബ്രോ നമ്മളതിന് ഹിറ്റ് ലിസ്റ്റൊക്കെ എടുത്തു. ഹിറ്റ് ലിസ്റ്റ് എടുത്തില്ലേ? ഹിറ്റ് ലിസ്റ്റ് എടുത്തു. ഹിറ്റ് ലിസ്റ്റ് എടുത്തപ്പോൾ പുതിയ പാലത്തിൻ്റെ അങ്ങാപ്പുറയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ പാലത്തിൻ്റെ താഴത്തേക്കൂടെ പോയിട്ട് കില്ലങ്ങനെ എടുത്തേക്കാന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ പതുക്കെ അവിടം വരെ ചെന്ന് കുറച്ച് നേരമായി കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തു. ഞാൻ അവിടെ നിന്നപ്പോൾ ഒരുത്തൻ നേരെ നിൽക്കുന്നു. നമ്മളിങ്ങനെ അവനെ അടിച്ച് നോക്കിയിട്ട് ഹിറ്റ് ലിസ്റ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി. എന്താ പറയുക ഇതെന്നാ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പോവാണ്. ഇനി 2 ലൈവ് എങ്ങാണ്ടേ ഉള്ളൂ, 2 അല്ല 3 ലൈവ് അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. അതായത് നമ്മുടെ സ്കോഡ് അല്ലാണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ സൂത്രം കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ ഒരാളെ കാണുന്നുണ്ടോ? എന്നാൽ ഞാൻ അവനെ കണ്ടിരുന്നില്ല കേസ്. ഓക്കെ, ഈ മണ്ടനെയായിരുന്നു കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ കയറി കൊടുത്ത് ഈ ഗ്ലൂ വാളിൻ്റെ അടുത്തേക്ക് ഇവിടെ എനിമി ഉണ്ടെന്നും പറഞ്ഞു. അത്രയും എണ്ണം അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. അവൻ ടീം വൈപ്പോട്ട് വരുന്നു ഗൈസ്. എനിക്ക് പിന്നെ മൊത്തത്തിൽ പ്രാന്തൊന്നും. പക്ഷെ ആ ടൈമിൽ എനിക്ക് എന്തിട്ടൊന്നും മനസ്സിലായില്ല. എൻ്റെ വിചാരം അമ്മാരേത് ലോങ് റേഞ്ചിൽ കിടന്നവനെ മടിച്ച് ഇതാക്കിയെടുത്ത് പൂശേക്കനെയാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ അവസാനത്തവനെ തട്ടാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. എന്താ പറയുക, വായിലൊന്നും കിട്ടുന്നില്ല. അപ്പം നമുക്കറിയാം. അപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നിട്ട് ഞാൻ നേരെ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒരുപാട് ഡെഡ് ബോഡീസൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ചെന്ന് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ നേരെ ചെന്ന് അവൻ്റെ കില്ലാണ് കൺഫേം ആക്കാമെന്ന്. കില്ലാണ്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ടീമേറ്റ് എടുത്ത് നോക്കായി. അതും പോരായിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. അവൻ ഗ്ലൂ വാൾ ഇട്ട്, ഞാൻ ഒറിയോണിട്ട് മൊത്തത്തിൽ പ്രാന്തായി, കൺഫ്യൂഷനായി, കുളമായി, ചാളിയായി. അന്നപ്പോഴേക്ക് എൻ്റെ ടീമേറ്റ് മൊത്തം ഒരു ജില്ല ഫുള്ളും വന്നിട്ട് എൻ്റെ കില്ല് കുമ്മി പാനാക്കേണ്ടി. എനിവേസ് നമ്മളതിനെ പോയി എടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.